ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് 3-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പേപ്പർ 2-ന് വേണ്ടിയിട്ടുള്ള മെയിൻസ് എക്സാമിന്റെ പേപ്പർ 2-ന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. 850 രൂപയാണ് ഈ ഒരു റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത്. 800 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കൂ. ഉടൻ വരാനിരിക്കുന്ന കേരള PSC എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ബിവറേജ് LDC, SI മെയിൻസ് 10th, +2 ഡിഗ്രി ബാച്ചുകൾ, അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് ബാച്ച്, കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയും ചെയ്യുക. ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. 2025 ഓഗസ്റ്റിൽ കരസേനയുടെ ദക്ഷിണ ഭാരത മേഖലയുടെ കമാൻഡിംഗ് ജനറൽ ഓഫീസറായി ചുമതലയേറ്റത് ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, വി ശ്രീഹരിയാണ്. ആരാണ്? വി ശ്രീഹരിയാണ്. എന്താ 2025 ഓഗസ്റ്റിൽ ഓർത്തു വെക്കുക, കരസേനയുടെ ദക്ഷിണ ഭാരത മേഖലയുടെ കമാൻഡിംഗ് ജനറൽ ഓഫീസറായിട്ടാണ് അദ്ദേഹം ചുമതലയേറ്റത്. എന്താണ്? നമ്മുടെ സദേൺ കരസേനയുടെ ദക്ഷിണ ഭാരത മേഖലയുടെ കമാൻഡിംഗ് ഓഫീസറായിട്ടാണ്, ജനറൽ ഓഫീസറായിട്ടാണ് ആരാണ്? വി ശ്രീഹരി അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ളത്. 2025 ഓഗസ്റ്റിലാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്? കരസേനയുടെ ദക്ഷിണ ഭാരത മേഖലയുടെ കമാൻഡിംഗ് ജനറൽ ഓഫീസറായിട്ട് ചുമതലയേറ്റത് ആരാണ്? വി ശ്രീഹരിയാണ്. അടുത്തത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. 2025 ഓഗസ്റ്റിൽ സീനിയർ പുരുഷ നാഷണൽ ടീം മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരെന്നാണ്. ഓർത്തു വെക്കുക, ഖാലിദ് ജാമിലാണ്. ആരാണ്? ഖാലിദ് ജാമിലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത്. എന്താണ്? 2025 ഓഗസ്റ്റിലാണ് നമ്മുടെ ഇന്ത്യയുടെ സീനിയർ പുരുഷ നാഷണൽ ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് എന്താണ് ഒരു ഇന്ത്യൻ കോച്ച് തന്നെ ലഭിക്കുന്നത്. എന്താണ്? ഇന്ത്യയുടെ സീനിയർ പുരുഷ നാഷണൽ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത്. അപ്പോൾ നീണ്ട 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഒരു ഇന്ത്യൻ കോച്ചിനെ തന്നെ മുഖ്യ പരിശീലകനായിട്ട് ലഭിക്കുന്നത്. ആരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് ആയതെന്ന് ഓർത്തു വെക്കുക, ഖാലിദ് ജാമിലാണ്. അടുത്തൊരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സീറോ ഫുഡ് മാർക്സ്. എന്താണ്? സീറോ ഫുഡ് മാർക്സ് എന്നുള്ള പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് നോക്കാം. ഉപയോഗിച്ച ചെരുപ്പുകൾ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. സാധാരണ നമ്മൾ എന്താണ് ഉപയോഗിച്ച ചെരുപ്പുകൾക്ക് പിന്നീട് ഒരു യൂസ് ഇല്ലാതെ നമ്മൾ ഒന്നെങ്കിൽ അത് ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ വലിച്ചെറിയുകയാണ്. അതൊരു വേസ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെ നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകാതെ അത് തന്നെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് വരുന്നത്. അപ്പോൾ ഈ പദ്ധതി ആരാണ് വികസിപ്പിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക, VKC പോസ്റ്റ് കൺസ്യൂമർ പാദരക്ഷാ പദ്ധതിയാണിത്. എന്താണ്? VKC എന്നുള്ള ഒരു ബ്രാൻഡിന്റെയാണ് പോസ്റ്റ് കൺസ്യൂമർ പാദരക്ഷ സംരക്ഷണ പദ്ധതിയാണിത്. പദ്ധതിയുടെ പേര് ഓർത്തു വെക്കുക, സീറോ ഫുഡ് മാർക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഫുഡ് മാർക്സ്, അതായത് നമുക്ക് അത് പാദരക്ഷ അല്ലെങ്കിൽ ചെരുപ്പുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് സീറോ ആക്കുക, അതായത് അതിന്റെ വേസ്റ്റ് സീറോ ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. ഇനി VKCയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പദ്ധതി എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ ശുചിത്വ മിഷനും കൂടി പങ്കാളിയാകുന്നുണ്ട്. എന്താണ്? ശുചിത്വ മിഷനും അതേപോലെ VKC എന്നുള്ള ഒരു ബ്രാൻഡും ചേർന്നിട്ടാണ് സീറോ ഫുഡ് മാർക്സ് എന്നുള്ള ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. ആദ്യം ആരംഭിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ പദ്ധതിയുടെ പേരെന്താണ്? സീറോ ഫുഡ് മാർക്സ് എന്നുള്ള പദ്ധതിയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു മ്യൂസിയവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. EMS സ്മൃതി ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ്. ഓർത്തു വെക്കുക, കേരള നിയമസഭയിലാണ് ഇങ്ങനെ ഒരു മ്യൂസിയം നിലവിൽ വരുന്നത്. എന്താണ്? EMS അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ ഒരു മ്യൂസിയം നിലവിൽ വരുന്നത്. എന്താണ്? അദ്ദേഹത്തിന്റെ EMS സ്മൃതി ഡിജിറ്റൽ മ്യൂസിയമാണ്. എവിടെയാണ് സ്ഥാപിതമാവുന്നത്? എവിടെയാണ് നിലവിൽ വരുന്നത്? കേരള നിയമസഭയിലാണ് ഈ ഒരു ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു ചരിത്ര മ്യൂസിയം എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ആരാണ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത്? നിലവിലെ സ്പീക്കറായിട്ടുള്ള AN ഷംസീർ ആണ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ ഈ ഒരു മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കേരള നിയമസഭയിലാണ് നിലവിൽ വരുന്നത്. അടുത്തതൊരു കേരള ഹൈക്കോടതി ഉത്തരവാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗാന്ധി ജയന്തി മുതൽ നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ്. അപ്പോൾ ഈ ഒരു ഉത്തരവ് പുറത്തിറക്കിയത് ആരാണ് എന്നുള്ളതാണ്. കേരള ഹൈക്കോടതിയാണ്. എന്താണ്? പ്ലാസ്റ്റിക് കുപ്പി എന്താണ്? പ്ലാസ്റ്റിക് കുപ്പികളുടെ ഉപയോഗമാണ് നിരോധിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ന് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്? ഇനി വരുന്ന ഗാന്ധി ജയന്തി മുതലായിരിക്കും ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പി നിരോധനം ഏർപ്പെടുത്തുന്നത്. ഈ ഒരു പ്ലാസ്റ്റിക് നിരോധന നിയമം പ്രധാനമായിട്ടും വരുന്നത് വിവാഹ ചടങ്ങുകൾ, അതേപോലെ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ,
തുടങ്ങിയ ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയവയിലും അതേപോലെ മൂന്നാർ പോലെയുള്ള മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമായിട്ടാണ് 10 മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമാണ് ഈ ഒരു നിയമം ബാധിതമാവുന്നത്. അവിടെയെല്ലാം എന്താണ് ഇനി മുതൽ പ്ലാസ്റ്റിക് കുപ്പി എന്ന നിരോധനം ഏർപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ആരാണെന്ന് ഓർത്തു വെക്കുക, കേരള ഹൈക്കോടതിയാണ്. അടുത്തത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ചർച്ച ചെയ്യുന്നത്. PSC പലവട്ടം ചോദിച്ചിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് നമ്മൾ നോക്കുന്നത്. എത്രാമതാണ്? 71ാമതാണ്. 2025 പ്രഖ്യാപിച്ചിരിക്കുന്നത് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. ഏത് വർഷത്തെയാണെന്ന് ഓർത്തു വെക്കുക, 2023ലെയാണ്. 2023ൽ സെൻസർ ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് 2025 പ്രഖ്യാപിച്ച 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 71ാമതാണെന്ന് ഓർത്തു വെക്കുക. 2025 അനൗൺസ് ചെയ്തിരിക്കുന്നത് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. 2023 വർഷത്തെ അടിസ്ഥാനമാക്കിയാണ്. 2023 സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് ഇതിൽ പരിഗണിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ നോക്കുന്നത് മികച്ച നടനാണ്. മികച്ച നടനുള്ള പുരസ്കാരം 2 പേർക്കാണ് ഈ വർഷം ലഭിച്ചിരിക്കുന്നത്. 71ാമത് പുരസ്കാരത്തിൽ 2 പേർക്കാണ് എന്താണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഒന്നാരാണെന്ന് ഓർത്ത് വെക്കാം, ഷാരൂഖ് ഖാന് ജവാൻ എന്നുള്ള ചിത്രത്തിലെ അഭിനയത്തിന് എന്താണ് ഷാരൂഖ് ഖാന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് വിക്രാന്ത് മാസി. ആരാണ്? വിക്രാന്ത് മാസി. അദ്ദേഹത്തിന് ഏത് ചിത്രത്തിലൂടെയാണ്? 12th ഫെയിൽ എന്നുള്ള അദ്ദേഹത്തിന്റെ ചിത്രത്തിനാണ് വിക്രാന്ത് മാസിക്ക് പുരസ്കാരം ലഭിക്കുന്നത്. 2 പേർക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഷാരൂഖ് ഖാന് ജവാൻ എന്നുള്ള ചിത്രത്തിലൂടെയാണ്, വിക്രാന്ത് മാസിക്ക് എന്താണ് 12th ഫെയിൽ എന്ന ചിത്രത്തിലൂടെയാണ് പുരസ്കാരം ലഭിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് മികച്ച നടിയാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് റാണി മുഖർജിക്കാണ്. ആർക്കാണ്? റാണി മുഖർജിക്കാണ് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ഏത് ചിത്രത്തിലൂടെയാണെന്ന് കൂടി ഓർത്തു വെക്കാം, മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്നുള്ള ചിത്രത്തിലൂടെയാണ് റാണി മുഖർജിക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന കാറ്റഗറി മികച്ച സംവിധായകനുള്ളതാണ്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരം 71ാമത് പുരസ്കാരമാണ്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ്? സുദീപ്തോ സെന്നിനാണ്. ആർക്കാണ്? സുദീപ്തോ സെന്നിനാണ് എന്താണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. ഏത് ചിത്രമാണെന്ന് ഓർത്തു വെക്കാം, ദ കേരള സ്റ്റോറി. എന്താണ്? ദ കേരള സ്റ്റോറി എന്ന ചിത്രത്തിലൂടെയാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് മികച്ച ചിത്രമാണ്. എന്താണ്? മികച്ച ചിത്രമാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, PSC ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ്? മികച്ച ചിത്രം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 12th ഫെയിലിനാണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് എന്താണ് വിക്രാന്ത് മാസിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഈ ഒരു ചിത്രത്തിന്റെ സംവിധായകൻ ആരാണെന്ന് നോക്കാം. വിധു വിനോദ് ചോപ്രയാണ്. ആരാണ്? വിധു വിനോദ് ചോപ്രയാണ് 12th ഫെയിൽ എന്നുള്ള ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 12th ഫെയിലിനാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ജനപ്രിയ ചിത്രം. എന്താണ്? ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ഏത് ചിത്രത്തിനാണെന്നാണ് നോക്കാം. റോക്കി ഔർ റാണി കി പ്രേം കഹാനി എന്നുള്ള ചിത്രത്തിനാണ്. ഒരു ഹിന്ദി ചിത്രമാണ്. ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് റോക്കി ഔർ റാണി കി പ്രേം കഹാനി എന്നുള്ള ഹിന്ദി ചിത്രത്തിനാണ്. ഇനി ഒരു സിനിമ സംവിധാനം ചെയ്തത് കരൺ ജോഹർ ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത നമ്മൾ നോക്കുന്ന കാറ്റഗറി മികച്ച സഹനടനുള്ള പുരസ്കാരമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം ഒരു മലയാള ചലച്ചിത്ര നടനും കൂടി മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. 2 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഓർത്ത് വെക്കാം വിജയരാഘവൻ. ആർക്കാണ്? വിജയരാഘവൻ. മലയാള ചലച്ചിത്ര നടനായിട്ടുള്ള വിജയരാഘവന് 71ാമത് നാഷണൽ ഫിലിം ഫെസ്റ്റിവലില് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. ഏത് സിനിമയിലൂടെയാണെന്ന് ഓർത്ത് വെക്കാം, പൂക്കാലം എന്നുള്ള ചിത്രത്തിലൂടെയാണ്. ആ സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. അതേപോലെ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന മറ്റൊരു നടൻ കൂടിയുണ്ട്, അതുകൂടി ഓർത്തു വെക്കാം. മുത്തുപേട്ടൈ സോമു ഭാസ്കരൻ. ആരാണ്? മുത്തുപേട്ടൈ സോമു ഭാസ്കരൻ. അദ്ദേഹം ഒരു തമിഴ് ചലച്ചിത്ര നടനാണ്. നമ്മളെല്ലാവരും പണ്ട് മുതൽക്കേ സിനിമയിൽ കണ്ടുവരുന്ന ഒരു ചലച്ചിത്ര നടനാണ്. അദ്ദേഹത്തിന് പാർക്കിംഗ് എന്നുള്ള സിനിമയിലെ അഭിനയത്തിലൂടെയാണ് മുത്തുപേട്ടൈ സോമു ഭാസ്കരന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹം ആരാണെന്ന് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നമ്മുടെ സന്തോഷ് സുബ്രഹ്മണ്യം എന്നുള്ള ചിത്രത്തിലെ അവരുടെ പ്രൊഫസറായിട്ട് എപ്പോഴും പെട്ടുപോകുന്ന, അവരുടെ കള്ളത്തരങ്ങളിലൊക്കെ പെട്ടുപോകുന്ന ഒരു പ്രൊഫസറുണ്ട്. ആ ഒരു വേഷം ചെയ്യുന്ന വ്യക്തിയാണ് മുത്തുപേട്ടൈ സോമു ഭാസ്കരൻ. അപ്പോൾ അദ്ദേഹത്തിനാണ് മികച്ച സഹനടനുള്ള പുരസ്കാരത്തിൽ 1 ലഭിക്കുന്നത്. ഏത് സിനിമയിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞു, പാർക്കിംഗ് എന്നുള്ള ചിത്രത്തിലൂടെയാണ്. അതുപോലെ തന്നെ മികച്ച സഹനടിക്കുള്ള പുരസ്കാരവും ഒരു മലയാളത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഉർവശിക്ക്
ലഭിച്ചിരിക്കുകയാണ്. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിക്ക് ലഭിച്ചിട്ടുണ്ട്. ഉള്ളൊഴുക്ക് എന്നുള്ള ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് ഉർവശിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതേപോലെ മറ്റൊരു നടിക്കും ഈ ഒരു സഹനടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നുണ്ട്. ആർക്കാണ്? ജാനകി ബോഡിവാല. ജാനകി ബോഡിവാലയ്ക്കും എന്താണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നുണ്ട്. വാശ് എന്നുള്ള ചിത്രത്തിലൂടെയാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ജാനകി ബോഡിവാലയ്ക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്ന കാറ്റഗറി മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ആർക്കെന്നാണ്? PVNS രോഹിത്തിനാണ്. ആർക്കാണ്? PVNS രോഹിത്തിനാണ് എന്താണ് മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. ബേബി എന്ന സിനിമയിലെ ഗാനത്തിലൂടെയാണ് അദ്ദേഹത്തിന് മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് ശില്പ റാവുവിനാണ്. ആർക്കാണ്? ശില്പ റാവുവിനാണ് മികച്ച ഗായികക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത്. ജവാൻ എന്നുള്ള ചിത്രത്തിലെ ഗാനങ്ങളിലൂടെയാണ് ശില്പ റാവുവിന് എന്താണ് മികച്ച ഗായികക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ജവാൻ എന്നുള്ള സിനിമയിലെ അഭിനയത്തിനാണ് നമ്മുടെ ഷാരൂഖ് ഖാനും എന്താണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്ന മറ്റൊരു കാറ്റഗറിയാണ് സംഗീത സംവിധായകൻ. എന്താണ്? സംഗീത സംവിധായകൻ GV പ്രകാശ് കുമാറിനാണ്. എന്താണ്? GV പ്രകാശ് കുമാറിനാണ് സംഗീത സംവിധായകനുള്ള പുരസ്കാരം, ദേശീയ പുരസ്കാരം 2023 ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. അതേപോലെ പശ്ചാത്തല സംഗീതം. എന്താണ്? പശ്ചാത്തല സംഗീതം ഈ ഒരു വിഭാഗത്തിൽ പുരസ്കാരം നേടുന്നത് ഹർഷവർദ്ധൻ രാമേശ്വറാണ്. ആരാണ്? ഹർഷവർദ്ധൻ രാമേശ്വറാണ് പശ്ചാത്തല സംഗീതം വിഭാഗത്തിൽ പുരസ്കാരം നേടുന്നത്. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് സംഘടനം. എന്താണ്? സംഘടനം. അതും കൂടി പഠിച്ചു വെക്കുക. എന്താണ്? നന്ദു പൃഥ്വിക്കാണ്. ആർക്കാണ്? നന്ദു പൃഥ്വിക്കാണ് സംഘടനം എന്നുള്ള വിഭാഗത്തിൽ പുരസ്കാരം നേടുന്നത്. അതേപോലെ മികച്ച തിരക്കഥക്കുള്ള പുരസ്കാരം നേടുന്നത് ചിദാനന്ദ നായിക്കാണ്. ആരാണ്? ചിദാനന്ദ നായിക്കാണ് മികച്ച തിരക്കഥക്കുള്ള പുരസ്കാരം നേടുന്നത്. എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം നേടുന്നത് മിഥുൻ മുരളിയാണ്. ആരാണ്? മിഥുൻ മുരളിയാണ് എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം നേടുന്നത്. അദ്ദേഹവും ഒരു മലയാളിയാണ്. എന്താണ്? പൂക്കാലം എന്നുള്ള ചിത്രത്തിലെ എഡിറ്റിങ്ങിലൂടെയാണ് മിഥുൻ മുരളിക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്ന കാറ്റഗറി മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയെന്നാണ്. എന്താണ്? മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉള്ളൊഴുക്ക് എന്നുള്ള ചിത്രമാണ്. എന്താണ്? ഉള്ളൊഴുക്ക് എന്നുള്ള ചിത്രമാണ് മികച്ച മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഈ ഒരു സിനിമയിലെ അഭിനയത്തിലൂടെയാണ് ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഈ ഒരു അവാർഡിൽ ലഭിച്ചിട്ടുള്ളത്. അടുത്ത നമ്മൾ നോക്കുന്നത് തമിഴ് ചിത്രമാണ്. എന്താണ്? മികച്ച തമിഴ് ചിത്രം ഏതാണ്? പാർക്കിംഗ് എന്നുള്ളതാണ്. എന്താണ്? പാർക്കിംഗ് എന്നുള്ള ചിത്രമാണ് മികച്ച തമിഴ് ചിത്രമാവുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് മറ്റൊരു അവാർഡ് കൂടി കിട്ടിയിട്ടുണ്ട്. എന്താണ്? മികച്ച സഹനടനുള്ള പുരസ്കാരവും പാർക്കിംഗ് എന്നുള്ള ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇനി തെലുങ്ക് ചിത്രമാണ് നമ്മൾ നോക്കുന്നത്. മികച്ച തെലുങ്ക് ചിത്രം ഏതാണ്? ഭഗവന്ത് കേസരി. എന്താണ്? ഭഗവന്ത് കേസരി എന്നുള്ള ചിത്രത്തിനാണ് മികച്ച തെലുങ്ക് ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. മികച്ച കന്നഡ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കണ്ടേലു ദ റേ ഓഫ് ഹോപ്പ് എന്നുള്ള സിനിമയാണ്. എന്താണ്? കണ്ടേലു ദ റേ ഓഫ് ഹോപ്പ് എന്നുള്ള ചിത്രമാണ് മികച്ച കന്നഡ സിനിമയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്തത് ഹിന്ദി ചിത്രമാണ്. മികച്ച ഹിന്ദി ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് കാതൽ എ ജാക്ക് ഫ്രൂട്ട് മിസ്റ്ററി എന്നുള്ള ചിത്രത്തിനാണ്. എന്താണ്? കാതൽ എ ജാക്ക് ഫ്രൂട്ട് മിസ്റ്ററി എന്നുള്ള സിനിമയ്ക്കാണ് മികച്ച ഹിന്ദി സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത്. ഇനി മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് മോഹൻദാസിനാണ്. എന്താണ്? മലയാളത്തിന് വീണ്ടും ഒരു പുരസ്കാരം. എന്താണ്? മോഹൻദാസിന് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറിനുള്ള പുരസ്കാരം ലഭിക്കുകയാണ്. 2018 എന്നുള്ള ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറിനുള്ള പുരസ്കാരം. എന്താണ്? മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറിനുള്ള പുരസ്കാരം മോഹൻദാസിന് ലഭിക്കുന്നത്. ഇനി പ്രത്യേക പരാമർശം നോൺ ഫീച്ചർ ഫിലിമില് പ്രത്യേക പരാമർശം ലഭിച്ച ഒരു മലയാളത്തിൽ നിന്നുള്ള ഒരു മൂവി കൂടിയുണ്ട്. അതുകൂടി ഓർത്തു വെക്കാം. നെഗൽ ക്രോണിക്കൽ ഓഫ് ദി പാഡിമാൻ എന്നുള്ള ചിത്രമാണ്. എന്താണ്? നെഗൽ ക്രോണിക്കൽ ഓഫ് ദി പാഡിമാൻ എന്നുള്ള ചിത്രത്തിന് പ്രത്യേക പരാമർശം ലഭിച്ചിട്ടുണ്ട്. നോൺ ഫീച്ചർ ഫിലിമിലാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഈ വർഷം വന്നിട്ടുള്ള 71ാമത് 2023 ബേസ് ചെയ്തിട്ടുള്ള 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട. അടുത്തൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര നടൻ ആരെന്നാണ്. അപ്പോൾ കലാഭവൻ നവാസ് ആണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. മലയാള ചലച്ചിത്ര നടനാണ്. മിമിക്രി രംഗത്തൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. കലാഭവനിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പ്രശസ്തി ആർജിച്ചത്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. പ്രത്യേകത ഓർത്തു വെക്കുക. മലയാള ചലച്ചിത്ര നടനാണ് കലാഭവൻ നവാസ്.
ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. 2025 ഓഗസ്റ്റിൽ കരസേനയുടെ ദക്ഷിണ ഭാരത മേഖലയുടെ കമാൻഡിംഗ് ജനറൽ ഓഫീസറായി ചുമതലയേറ്റത് ആരെന്നാണ്? ബി ശ്രീഹരിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ നോക്കിയത്. 2025 ഓഗസ്റ്റിൽ സീനിയർ പുരുഷ നാഷണൽ ടീം ഫുട്ബോൾ ടീമാണ് ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ട് നിയമിതനായത് ആരെന്നാണ്? ഖാലിദ് ജാമിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു പദ്ധതിയായിരുന്നു. ഉപയോഗിച്ച ചെരുപ്പുകൾ തിരികെ എടുക്കുന്ന VKCയുടെ പോസ്റ്റ് കൺസ്യൂമർ പാദരക്ഷ സംസ്കരണ പദ്ധതി ഏതാണ്? സീറോ ഫുഡ് മാർക്സ് എന്നുള്ള പദ്ധതിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മ്യൂസിയവുമായി ബന്ധപ്പെട്ട പോയിന്റ് ചർച്ച ചെയ്തു. EMS സ്മൃതി ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ്? കേരള നിയമസഭയിലാണ് നിലവിൽ വരുന്നത്. ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഗാന്ധി ജയന്തി മുതൽ നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ആരെന്നാണ്? കേരള ഹൈക്കോടതിയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിവാഹ ചടങ്ങുകൾക്കും ഓഡിറ്റോറിയങ്ങൾക്കും അതേപോലെ ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കുമാണ്. അതേപോലെ തന്നെ മൂന്നാർ പോലെയുള്ള മലയോര പ്രദേശങ്ങളിലും ഈ ഒരു നിയമം ബാധകമാവുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത ഒരു പുരസ്കാരമായിരുന്നു 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 2023 നമ്മൾ നോക്കിയത്. മികച്ച നടനുള്ള പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ഷാരൂഖ് ഖാനും അതേപോലെ വിക്രാന്ത് മാസിക്കുമാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് റാണി മുഖർജിക്കാണ്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് സുദീപ്തോ സെന്നിനാണ്. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് 12th ഫെയിൽ എന്നുള്ള ചിത്രമാണ്. ജനപ്രിയ ചിത്രം ഏതാണ്? റോക്കി ഔർ റാണി കി പ്രേം കഹാനി എന്നുള്ള ചിത്രമാണ് ജനപ്രിയ ചിത്രം. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത ബാക്കിയുള്ള പുരസ്കാരങ്ങളും ഓർത്തു. 2025 ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ്? ഓപ്ഷൻ എ ഭുവനേശ്വരി, ഓപ്ഷൻ ബി സോമനാഥ്, ഓപ്ഷൻ സി ഗോകുലം ഗോപാലൻ, ഓപ്ഷൻ ഡി PS ശ്രീധരൻ പിള്ള. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. 2025 ഓഗസ്റ്റിൽ കരസേന ഉപമേധാവിയായി ചുമതലയേൽക്കുന്നത് ആരെന്നാണ്? ചരിത്രം ഏതാണ്? ഓപ്ഷൻ എ ആണ്, പുഷ്പേന്ദ്ര സിംഗ് ആണ്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. ഡോക്ടർ MS സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, മഹാരാഷ്ട്രയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 7 ആണ് അദ്ദേഹത്തിന്റെ ജന്മദിനം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.